Good afternoon. Good afternoon, ma'am. Okay, good afternoon. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? നന്നായിട്ട് ആഘോഷിച്ചോ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, miss. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഓണം? അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? ഓണം കൊള്ളായിരുന്നു. മിസ്സിന് എങ്ങനെയുണ്ടായിരുന്ന? എനിക്ക് അടിപൊളിയായിരുന്നു ഓണം. പായസം കുടിക്കാൻ ഉറങ്ങുക എങ്ങനെയുണ്ട് പണി? തുടങ്ങിയാലോ നമുക്ക്? എന്താണ് എനിക്ക് മനസ്സിലായില്ല. വീഡിയോ കണ്ടായിരുന്നു. വീഡിയോ എന്തിന്റെ വീഡിയോ ആണ്? അവിടുത്തെ ഓണം സെലിബ്രേഷൻ. ഓക്കെ ഓക്കെ. സെലിബ്രേഷന്റെ വീഡിയോ കണ്ടില്ലേ? സ്മാർട്ട് സ്ട്രീറ്റ്. ഓക്കെ, ഇവിടുത്തെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. മിസ് പിന്നെ ഇൻസ്റ്റയില് കുറെ വീഡിയോസിനകത്തൊക്കെ മിസ്സിന്റെ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആണോ? ഇങ്ങനെ അവിടെ ചെയ്തു പോകുന്നതാണ് അതൊക്കെ. കൊള്ളാം മിസ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? താങ്ക് യു. സെലിബ്രേഷന്റെ വീഡിയോ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ഇൻഷുറൻസിന്റെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് വരെയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ നിന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കിയിരുന്നോ? വായിക്കാൻ സമയം കിട്ടിയായിരുന്നോ? അത് ഓണത്തിന്റെ തിരക്കിലായിരുന്നു എല്ലാവരും. വായിക്കാൻ പറ്റിയില്ല മിസ്. വായിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും വായിക്കണം കേട്ടോ. ഇനിയിപ്പോ ഓണമൊക്കെ കഴിഞ്ഞല്ലോ, വായിച്ചോളൂ കേട്ടോ. എന്തായാലും അപ്പൊ നമ്മള് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. മ്യൂട്ട് ആക്കിയിട്ടില്ല. മ്യൂട്ട് ആക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസുകൾ, അതായത് ESI പഠിക്കാനുണ്ട്, CGHS പഠിക്കാനുണ്ട്, RSPY ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പൂർണിമ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ നമ്മൾ അതിന്റെ 3 കണ്ടീഷൻസുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് അതൊന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്. It is an insurance program that meets at least one of the following 3 conditions. അല്ലെ? അതായത് എന്താണ് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെ പറയുന്ന 3 കണ്ടീഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ 3 കണ്ടീഷൻസ് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാല് അവിടെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ് അവിടെ പറഞ്ഞത് അല്ലെ? ഒന്നാമത്തെ പോയിന്റ് ഓർമ്മയുണ്ട്. എന്താ നമ്മൾ പറഞ്ഞത്? Participation in the program is mandatory either by the law or by the conditions of employment. അല്ലെ? ഒന്നുകിൽ എന്താണ് നിയമം പ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എല്ലാ ആളുകളും സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. അപ്പൊ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റില് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒരു നിയമം മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും ഭാഗമായിരിക്കണം അല്ലെ? അങ്ങനെ ഒരു നിയമം മൂലം അനുശാസിക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റിസൺസ് അല്ലെ, നമ്മുടെ ഇന്ത്യൻ പൗരന്മാരത് അനുസരിക്കാനായിട്ട് നമ്മൾക്ക് ബാധ്യതയുണ്ട് അല്ലെ? നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് പറയാണ് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസുകളും ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം എന്ന നിയമപ്രകാരം അനുശാസിക്കുകയാണെങ്കിൽ എല്ലാവരും അതിന്റെ ഭാഗമായിരിക്കും അല്ലെ? പിന്നെ പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ് അല്ലെ? അതായത് തൊഴിൽ വ്യവസ്ഥ പ്രകാരം. ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാണ്. അപ്പൊ കമ്പനിയുടെ
എംപ്ലോയർ തൊഴിലുടമ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്. അതായത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാലറിയിൽ ഇത്ര പെർസെന്റേജ് ഇത്ര ഭാഗം ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് നമ്മൾ എടുക്കും, റിട്രീവ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഭാഗമായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. ഒന്നുകിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം ആളുകള് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ എന്തായിരിക്കണം, ഭാഗമായിരിക്കണം. അതെ, ഓക്കെ, കറക്റ്റ് ആയിട്ട് നീതി. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി, ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു ഗ്രൂപ്പ് അംഗങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. സോഷ്യൽ എന്നാണ് പറയുന്നത്, സൊസൈറ്റി ആണ് അല്ലെ, എന്നുവെച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എംപ്ലോയർ മേക്സ് എ കോൺട്രിബ്യൂഷൻ ടു ദ പ്രോഗ്രാം ഓൺ ബിഹാഫ് ഓഫ് എൻ എംപ്ലോയി. അതുപോലെ തന്നെ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ തൊഴിലുടമകളും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ. ഇതിന് ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ESI. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്. അപ്പൊ നോക്കി, ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അല്ലെ. ഗവൺമെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്കീമുകൾ മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ഗ്രൂപ്പ് ഓഫ് ആളുകളല്ലേ, നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ പൗരന്മാർക്കും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ മുന്നോട്ട് വെക്കുന്നത് അല്ലെ. അതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ, ഒരു കൂട്ടം ആളുകൾ അല്ലെ, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വേണ്ടിയിട്ട്, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നതല്ലേ. അതും എന്താണ്? ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം, ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ പ്രത്യേകതകളും അതിന്റെ ബെനിഫിറ്റുകളും എന്തൊക്കെയാണ് കേട്ടോ. എളുപ്പമുള്ള പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. എന്താണ്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്. അതായത് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചെലവിന് നമുക്കത് വാഗ്ദാനം ചെയ്യും അല്ലെ. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രീമിയം തുകയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാവാനായിട്ട് പറ്റും അല്ലെ. സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഏത് സാധാരണക്കാർക്കും അതിൽ പങ്കാളികളാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ലോ കോസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? വളരെ ചെറിയ പ്രീമിയം തുകയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്. എന്നൊരു കുറഞ്ഞ ചെലവില് നമുക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സ്കീമുകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. വളരെ കുറഞ്ഞ പ്രീമിയം തുകയില് നമുക്കൊരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും അതിന്റെ ഭാഗമാവാനും സാധിക്കും. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് അല്ലെ. പിന്നെ രണ്ടാമത്തത് എന്താണ് പറയുന്നത്? BPL ഫാമിലീസ് ക്യാൻ ആൾസോ ഗെറ്റ് ഓഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് വിത്ത് ദിസ് പോളിസി. അതുകൂടാതെ ഈ ഒരു ഇൻഷുറൻസ് പോളിസിയിലൂടെ BPL ഫാമിലീസിന്, BPL എന്ന് വെച്ചാൽ എന്താണ്? ബിലോ പോവർട്ടി ലൈൻ അല്ലെ, അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും ഈ പോളിസിയിലൂടെ ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ലഭിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദ പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പൂവർ പീപ്പിൾ അല്ലെ. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു കവറേജ് നമുക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സ്കീമിലൂടെ ലഭിക്കുന്നത് അല്ലെ. ഏത് പാവപ്പെട്ട ആളുകൾക്കും അല്ലെ. ഇപ്പൊ വലിയ പ്രീമിയം ഒക്കെ കൊടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അതിനുള്ള വരുമാനം ഒക്കെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏത് സാധാരണ, ഏതൊരു പാവപ്പെട്ടവനും എന്താണ് ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന രീതിയിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതാണ് അവർ പറയുന്നത് പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പൂവർ പീപ്പിൾ. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു കവറേജ് ഈ ഒരു പോളിസി ഉറപ്പു തരുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? The policy consists of treatment in both the private and government hospitals for the better health care. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഇത്തരം പോളിസികൾ എന്ന് പറയുന്നത് അത് നമുക്ക് സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിലും നമുക്ക് ഈ പോളിസി എന്താണ് ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കും ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് പരിചരണങ്ങൾ കിട്ടുള്ളൂ.
അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പോളിസി കവറേജ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയില്ല കേട്ടോ. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമുക്കത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും നമുക്ക് ഈ പോളിസി ഉപയോഗിച്ച് കവറേജുകൾ ലഭിക്കുന്നുണ്ട്. കിട്ടിയോ? പോയിന്റുകൾ മനസ്സിലായോ? അപ്പൊ അതാണ് എന്ത് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ പ്രത്യേകതകളും ബെനിഫിറ്റും. ഒന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് വളരെ കുറഞ്ഞ പ്രീമിയം തുകയില് നമുക്ക് അതിന്റെ ഭാഗമാകാൻ സാധിക്കുന്നു. പിന്നെ വളരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും ഈ ഒരു പോളിസിയിലൂടെ എന്ത് ലഭിക്കുന്നുണ്ട്? ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്കും ഒരു കവറേജ് ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോളിസി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും നമുക്ക് ലഭ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേ? മനസ്സിലായല്ലോ പോയിന്റുകളൊക്കെ? നെക്സ്റ്റ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സ്കീമാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESI ട്ടോ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? അല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ESI ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ESIനെ പറ്റിയിട്ട് നമ്മൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിച്ചു? എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ പഠിച്ചില്ലേ? അതിനകത്ത് നമ്മൾ ESI ആക്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏത് വർഷമായിരുന്നു? 1948 അല്ലെ? 1948 ESI ആക്ട് കൊണ്ടുവന്നത് അല്ലെ? അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ പോയിന്റും ഇതിനകത്ത് പറയുന്ന എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESI. എന്താണ്? ഇത് അതെ, ഇതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ശരിയല്ലേ? ഇതെന്താണ്? ESI എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അതുപോലെ ESIയിൽ എന്താണ്? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ കണ്ടീഷൻസുകളൊക്കെ ഇവിടെ ഓക്കെ അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കണ്ടീഷൻസ് പറഞ്ഞിട്ട്? ഇതെന്താണ്? ഇതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ? അപ്പൊ നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. അപ്പൊ അത് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. 1948 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ അടുത്ത എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESIS കേട്ടോ. ESIS എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഗീവ്സ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്, പണമായിട്ടുള്ള ആനുകൂല്യങ്ങളും തരുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ആനുകൂല്യങ്ങളും തരുന്നുണ്ട്, പണമായിട്ടുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ESI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC controls the scheme and is a corporate semi-government body led by the Union Minister of Labour as chairman and the Director General as the Chief Executive. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ESIC ആണ് അല്ലെ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് മാത്രമല്ല ESIC അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാല് ഒരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. ഇത് ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് എ ചെയർമാൻ. അതായത് ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. കേന്ദ്ര എന്താണ് തൊഴിൽ മന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതൊക്കെ
ഓക്കെ, എല്ലാവർക്കും കേൾക്കാലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ അല്ലേ? ആ, അതെ, കഴിഞ്ഞ അവിടുത്തെ സിസ്റ്റം ഓഫ് ആയി പോയി. പെട്ടെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ അവിടുത്തെ സിസ്റ്റം ഓഫ് ആയി പോയി. വേറെ ക്ലാസ് റൂമിലോട്ട് മാറിയിരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു, അതായത് ESIC അല്ലെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. എന്നാണ് ഇത് സ്ഥാപിതമായത്? 1948 കേട്ടോ, 1948. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിച്ച പോയിന്റ് എന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഓക്കെ, ഈ ഒരു ESIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ് കേട്ടോ. ഒരു കോർപ്പറേറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്ഥാപനമാണ് ESIC എന്ന് പറയുന്നത് കേട്ടോ. ഇനി ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ. അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ഈ ഒരു ESICയുടെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് ആസ് എ ചെയർമാൻ, ആൻഡ് ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. അതായത് ESICയുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാം? ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് ഒരു 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഒന്നെന്താണ്? 1948 ESIC. ഓക്കെ ആണോ? അപ്പോ ആ 4 പോയിന്റുകളും പഠിച്ചു വെക്കുക കേട്ടോ. 1948 ESIC സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ ESIC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, നമുക്ക് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റുകളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പണമായിട്ടുള്ള ആനുകൂല്യങ്ങളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഇത്രയും പോയിന്റുകൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്?
ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഇത്രയും പോയിന്റ്സുകൾ ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത നോക്കി, ടു മേക്ക് ദ യൂസ് ഓഫ് ദ സിക്നസ് ബെനിഫിറ്റ് ദ എംപ്ലോയി ഹാസ് ടു ഹാവ് വർക്ക്ഡ് ഫോർ 78 ഡേയ്സ് ബിഫോർ ദ സിക്നസ്. ആ 78 ഡേയ്സ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഈ പറയുന്ന അസുഖാനുകൂല്യം ലഭിക്കാനായിട്ട് നമുക്കറിയാലോ, ESI എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പോ ഈ ഒരു സിക്നസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അവര് രോഗാവധിക്ക് മുൻപായിട്ട് 78 ദിവസമെങ്കിലും കണ്ടിന്യൂസ് അവിടെ വർക്ക് ചെയ്തിരിക്കണം. മനസ്സിലായോ? ഒരാളിപ്പോ ഒരു സിക്നസ് ബെനിഫിറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ആ സിക്ക് ലീവ് എടുക്കുന്നതിന് മുൻപായിട്ട് 78 ദിവസമെങ്കിലും അവർ എന്ത് ചെയ്തിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടു മേക്ക് യൂസ് ഓഫ് ദ സിക്നസ് ബെനിഫിറ്റ് ദ എംപ്ലോയി ഹാസ് ടു ഹാവ് വർക്ക്ഡ് ഫോർ 78 ഡേയ്സ് ബിഫോർ ദ സിക്നസ് കേട്ടോ. 78 ഡേയ്സ് കേട്ടോ. അടുത്തത് സിമിലർലി ടു മേക്ക് ദ യൂസ് ഓഫ് ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ദ വുമൺ ഹാസ് ടു ഹാവ് വർക്ക്ഡ് ഫോർ 70 ഡേയ്സ് ബിഫോർ അവൈലിംഗ് ദ ബെനിഫിറ്റ്. ഇനി ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെന്ന് വിചാരിക്കാം. അതായത് ഒരു പ്രസവാനുകൂല്യം ലഭിക്കണമെങ്കിൽ അവരെന്താണ്? പ്രസവാവധിക്ക് മുൻപായിട്ട് ഒരു 70 ദിവസമെങ്കിലും അവര് കണ്ടിന്യൂസ് അവിടെ വർക്ക് ചെയ്തിരിക്കണം. കിട്ടിയോ? അപ്പൊ സിക്നസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ എന്താണ്? സിക്ക് ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് 78 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. ഇനി ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ മെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് മുൻപായിട്ട് കുറഞ്ഞത് ഒരു 70 ദിവസമെങ്കിലും അവരവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നോക്കി, പ്രൈമറി ഡിസൈഡഡ് ടു ഹെൽപ്പ് ഫാക്ടറി വർക്കേഴ്സ് ഹാൻഡിൽ ദ എക്സ്പെൻസസ് ഫോളോയിങ് ആക്സിഡന്റ്സ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്. ഇത് നമ്മൾ അവിടെ പഠിച്ചതാണ്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചതാണ് അല്ലെ. പ്രത്യേകിച്ച് വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ് അല്ലെ. വ്യാവസായിക തൊഴിലാളികൾക്ക് അവർക്ക് അസുഖങ്ങള്, പരിക്കുകള്, ഈ തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകുന്ന ഇഞ്ചുറികള് അല്ലെ, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രസവാനുകൂല്യങ്ങള് അതൊക്കെ ലഭിക്കാനും, അതുപോലെ അത്തരത്തിലുള്ള ഇഞ്ചുറി എന്നൊക്കെയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു സ്കീമാണ് ESI എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെ നോക്കുക, ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഈസ് അവൈലബിൾ ഫോർ ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ഡിഫറെന്റ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയില് വിവിധ ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ESIയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ദ വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് 21,000 per month can take part in this scheme. ആ 21,000 per month എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് എല്ലാ ആളുകൾക്കും ESI ആനുകൂല്യം ലഭിക്കുമോ? എല്ലാവർക്കും ലഭിക്കില്ല. എന്താണ് കണ്ടീഷൻ പറയുന്നത്? പ്രതിമാസം 21,000 രൂപയോ അതിൽ താഴെയോ വേതനമുള്ളവർക്കും മാത്രമേ എന്ത് ആനുകൂല്യം ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. എന്ന് പറഞ്ഞാല് 21,000 മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്ത് ലഭിക്കില്ല? ESI ആനുകൂല്യങ്ങള് ലഭിക്കില്ല. എന്ത് വേണം? പ്രതിമാസം ഒന്നുകിൽ 21,000 രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പണ്ടൊരിക്കൽ 15,000 രൂപയാണ്, പിന്നെ അത് കൂട്ടിയിട്ടാണ് ഇപ്പൊ 21,000 രൂപയാണ് കേട്ടോ. 21,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതിന് മുകളിലേക്ക് സാലറി വാങ്ങുന്ന ആളുകൾക്കൊന്നും, അത് ഈവൻ ഫാക്ടറി തൊഴിലാളികളാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല? ESI ആനുകൂല്യങ്ങൾ ലഭിക്കില്ല കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കാം. എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഇവിടെ എന്ന് പറഞ്ഞാല് എംപ്ലോയറും എംപ്ലോയീസും, അതായത് തൊഴിലുടമകളും തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പ്രീമിയം, അതായത് ESIയുടെ പ്രീമിയം ഷെയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കോൺട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട്. ഒരേപോലെയല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ നോക്കിയേ, എംപ്ലോയീസ് പേ ഓൺ an average 0.75% ഓഫ് ദ വേജ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എംപ്ലോയീസ് ആണ് പറയുന്നത്. എംപ്ലോയീസ് പേ on an average of 0.75% ഓഫ് ദ വേജ് കേട്ടോ.
എംപ്ലോയീസുകൾ അവരുടെ വേതനത്തിന്റെ 0.75% ആൻഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട്, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമകളാണ്, തൊഴിൽ ദാതാക്കളാണ്, അവരെത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3.25% ഓഫ് ദ വേജ് കേട്ടോ. അതായത് 3.25% അവര് ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ശരിക്കും ടോട്ടൽ അതിൽ എത്ര കിട്ടും? 4% കിട്ടും അല്ലെ? ആ 4%-നകത്ത് 0.75% തൊഴിലാളികൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി മെജോറിറ്റി 3.25% ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? തൊഴിലുടമയാണ്, എംപ്ലോയർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് പിന്നെ ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിക്കണം. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണോ ചോദിച്ചേക്കുന്നത്, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആണോ എന്നുള്ളത് പ്രത്യേകം നോക്കണം കേട്ടോ. ചെറിയൊരു എന്താ പറയാ, ഒരു ചെറിയൊരു ഇതിന്റെ വ്യത്യാസമേ ഉള്ളൂ, തെറ്റിപ്പോകരുത് കേട്ടോ. ഓക്കെ, മൊത്തത്തിൽ ടോട്ടൽ നമ്മൾ ESIയിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് 4%. ആഡ് ചെയ്ത് നോക്കിയേ, 0.75 + 3.25 4% ആണ് ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഫിക്സഡ് ആണ്. അതിന് 0.75% എംപ്ലോയീസും 3.25% എംപ്ലോയറും ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ദ എംപ്ലോയി ഹു ഈസ് ഗെറ്റിംഗ് ഡെയിലി വേജ് ഓഫ് ലെസ് ദാൻ 176 rupees ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. 176 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോ ദിവസവേതനം ഒരു 176 രൂപയോ അതിൽ താഴെയോ ഉള്ള ആളുകള് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. നമ്മൾ പറഞ്ഞല്ലോ, തൊഴിലാളികള് എത്രയാണ്? 0.75% അവര് പ്രീമിയം ഷെയർ ചെയ്യണം, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷെ ഈ തൊഴിലാളിക്ക് ദിവസവേതനം വെറും 176 രൂപയോ അതിന് താഴെയോ മാത്രമേ ലഭിക്കുന്നുവെങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട അല്ലെ? ഒരു ദിവസത്തിൽ 176 രൂപ അതിന് താഴെ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനമാണ് അല്ലെ? അത് വെച്ച് അവർ എന്ത് ചെയ്യണ്ട? ESIയിലോട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അവർ ആര് കോൺട്രിബ്യൂട്ട് ചെയ്തോളും? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തോളും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ESIനെ പറ്റിയിട്ട്? അപ്പൊ നമ്മൾ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? ESI എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1948. ഓക്കെ, പിന്നെ ESI സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഓക്കെ, പിന്നെ ESI നമുക്ക് എന്ത് ആനുകൂല്യങ്ങളാണ് തരുന്നത്? ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പഠിച്ചത് എന്താ? ESICയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. ഇനി ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതാരാണ്? ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത് പഠിച്ച പോയിന്റ് എന്താണ്? സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ സിക്ക് ലീവിന് മുമ്പായിട്ട് എത്ര ദിവസം വർക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്? 78 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിരിക്കണം അല്ലെ? ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ മെറ്റേണിറ്റി ലീവിന് മുൻപായിട്ട് എത്ര ദിവസം അവർ വർക്ക് ചെയ്യണം? 70 ദിവസം അവര് തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് പറഞ്ഞ എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു സ്കീം ആരെ ലക്ഷ്യമിട്ടുള്ളതാണ്? ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ് അല്ലെ? ഇനി എങ്ങനെയുള്ളവർക്കാണ് ESI ആനുകൂല്യം ലഭിക്കുക? പ്രതിമാസ വേതനം, ഓക്കെ, മാസവേതനം 21,000 രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ളവർക്ക് മാത്രമേ ESIയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. ഓക്കെ, പിന്നെ പഠിച്ച പോയിന്റ് എന്താണ്? എംപ്ലോയറും എംപ്ലോയിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പ്രീമിയം ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ? അതിലെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 0.75% ആണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3.25% ആണ്. ഓക്കെ, ഇനി പിന്നെ ഒരു എക്സെപ്ഷൻ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? ദിവസവേതനം 176 രൂപയോ അതിൽ താഴെയോ വേതനമുള്ള തൊഴിലാളികള് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അതിന്റെ ബെനിഫിറ്റുകൾ പഠിക്കുകയാണ്. അപ്പൊ ബെനിഫിറ്റുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം നമുക്കറിയാം, ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റുകളാണ് പ്രധാനമായിട്ട് ഇത് കൊടുക്കുന്നതെന്ന് അറിയാം. പക്ഷെ അത് കുറെയൊക്കെ സ്പെസിഫൈ ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നോക്കി. സിക്നെസ് ബെനിഫിറ്റ്, എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്, അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ഉണ്ട്, വൈകല്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. ഫ്യൂണറൽ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്, അതായത് ഈ മരണാനന്തര ചടങ്ങുകളും മറ്റുമൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, ഇത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണെന്ന് അറിയാലോ. സോ
മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ സിക്നെസ് ബെനിഫിറ്റ്. സിക്നെസ് ബെനിഫിറ്റിൽ എന്താ പറയുന്നത്? ഒരു കാര്യം അറിയാലോ, സിക്ക് ലീവ് എടുക്കുന്നതിന് മുമ്പ് 78 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഇനി എത്ര പെർസെന്റേജ് ലഭിക്കും, എത്ര നാള് വരെ ലഭിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കി, എംപ്ലോയി ഈസ് ഗിവൺ അറ്റ് ദ റേറ്റ് ഓഫ് 70% ഓഫ് ദ ഡെയിലി ആവറേജ് വേജ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 91 days in 1 year. എന്താണ് പറയുന്നത്? സിക്നെസ് ബെനിഫിറ്റ് എത്ര നാൾ കിട്ടുന്ന പറയുന്നത്? അതായത് ഒരു വർഷത്തില് മാക്സിമം 91 days, ഒരു വർഷത്തില് 91 ദിവസം. കാരണം നമുക്കൊരു ഓൾമോസ്റ്റ് പറഞ്ഞ ഒരു 3 മാസം അല്ലെ, ഒരു 3 മാസം വരെ, ഒരു 3 months കാലയളവ് വരെ അവർക്ക് എന്ത് കിട്ടും? സിക്നെസ് ബെനിഫിറ്റ് അവർക്ക് ലഭിക്കും. അതായത് ഒരാൾക്ക് എന്താണ് സിക്ക് ലീവ് എടുക്കാം, ഒരു വർഷം മാക്സിമം ഒരു 3 മാസം വരെ അവർക്ക് സിക്ക് ലീവ് എടുത്തിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റുകൾ അവർക്ക് കിട്ടും കേട്ടോ. അതും എത്ര പെർസെന്റേജ് ആണ് ലഭിക്കുന്നത്? 70% ഓഫ് ദ ഡെയിലി ആവറേജ് വേജ്. അതായത് ഒരു പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, സിക്നെസ് ബെനിഫിറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരു വർഷത്തിൽ കേട്ടോ, ഒരു വർഷത്തിന് മാക്സിമം 91 days എന്ന് വെച്ചാൽ ഏറെ പറയുകയാണെങ്കിൽ ഒരു 3 മാസ കാലയളവ് വരെ അവർക്ക് അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70%, 70% സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരാള് ഒരു 20 ദിവസം അയാള് ഒരു വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. 20 ദിവസം അയാൾ വർക്ക് ചെയ്തു. ആ ഒരു 20 ദിവസത്തേക്ക് അയാൾക്ക് ഒരു എത്രയാണ് 10,000 രൂപയാണ് അവർക്ക് വേതനം കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ഒരു 20 ദിവസം അയാൾ വർക്ക് ചെയ്തു, അയാൾക്ക് ആ 20 ദിവസത്തെ ജോലിക്ക് കൂലിയായിട്ട് 10,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് പറഞ്ഞ പ്രതിദിന ശരാശരി വേതനം എന്ന് പറയും അല്ലെ. അപ്പൊ ശരാശരി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കാം? ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് അല്ലെ. ആ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ അവര് വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ 10,000 ഡിവൈഡഡ് ബൈ 20 ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 500 കിട്ടും. ഓക്കെ, 500 ആണ് എന്ത് അവരുടെ പ്രതിദിന ശരാശരി വേതനം എന്ന് പറയുന്നത്. ആ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% എന്ന് പറഞ്ഞാല് 500 രൂപയാണ് പ്രതിദിന ശരാശരി വേതനം. അതിന്റെ 70% എന്ന് പറയുമ്പോൾ എത്ര വരാം? 500 × 70 എന്ന് പറയുമ്പോൾ നമുക്ക് 350 കിട്ടും അല്ലെ. ആ 350 രൂപ മാക്സിമം എത്ര നാള് വരെ കിട്ടും? 91 days വരെ കിട്ടും. അപ്പൊ 350 നിങ്ങൾ 91 കൊണ്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കിട്ടും. നമുക്കൊരു ഏകദേശം ഒരു 31,000 to 32,000 rupees ഒക്കെ അത്രയാണ് നമുക്ക് ലഭിക്കാം. കറക്റ്റ് അല്ല, ഞാനൊരു അപ്രോക്സിമേറ്റ് ആണ് പറഞ്ഞത്. അത്രയും എമൗണ്ട് ആണ് അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? മനസ്സിലായോ? പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അത് മാക്സിമം ഒരു വർഷത്തിൽ 91 ദിവസം വരെ അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് കേട്ടോ, എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്. ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി സിക്നെസ് ബെനിഫിറ്റ് പറഞ്ഞു. അതിന്റെ എക്സ്റ്റെൻഡഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും? കുറച്ചും കൂടെ കൂടിയ രീതിയിൽ അവർക്ക് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ടാവും. അതാണ് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ നോക്കിയേ? ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നൻസി എക്സെട്ര, ദ സിക്നെസ് ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു 2 years. 2 വർഷം എക്സ്റ്റെൻഡഡ് ആയില്ലേ? 2 years. അത് എത്രയാണ്? 80% ഓഫ് ദ വേജസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ സിക്നെസ് ബെനിഫിറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലേ. അതും ചില പ്രത്യേക രോഗങ്ങൾ അവരോട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ട്യൂബർകുലോസിസ്, TB, ക്ഷയരോഗം, അല്ലെങ്കിൽ ലെപ്രസി, കുഷ്ഠരോഗം, പല ഫ്രാക്ചർ സംഭവിക്കാം. മാലിഗ്നൻസി എന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊക്കെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ ഈ പറയുന്ന സിക്നെസ് ബെനിഫിറ്റുകൾ തന്നെ 2 വർഷ കാലയളവിലേക്ക് കിട്ടുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞ 91 ദിവസമല്ലേ സിക്നെസ് ബെനിഫിറ്റ്. എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ 2 വർഷം വരെ അവർക്ക് അത് ലഭിക്കും. അതും 80% ലഭിക്കുന്നത്. അതായത് അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 80% ആണ് അവർക്ക് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അവിടെ നമ്മൾ പറഞ്ഞത് ഒരു വർഷത്തിൽ 91 ദിവസം, അത് 70%. ഇവിടെ ആവുമ്പോൾ 2 വർഷ കാലയളവിൽ ലഭിക്കും. അത് 80% വരെ സിക്നെസ് ബെനിഫിറ്റ് കിട്ടും. എല്ലാ സിക്നെസ്സിനും ഇല്ല, ചില പ്രത്യേക സിക്നെസ്സുകൾ അത് പറഞ്ഞത് ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നൻസി അങ്ങനെയുള്ള കേസിനൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ.
അടുത്തതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള സിക്നസ് ബെനിഫിറ്റ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കി. up to 7 days for the male beneficiaries and 14 days for the female beneficiaries in the event of sterilization. അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വന്ധ്യത നമ്മൾ ട്യൂബക്ടമി, വാസക്ടമി എന്നൊക്കെ നമ്മൾ പറയും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സുകളാണ്. പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെയാണ് അത് കൂടുതൽ എന്താ പറയാ ആവശ്യമായിട്ട് വന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഭയങ്കരമായ ഒരു പോപ്പുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ, അംഗസംഖ്യ കൂടുതലായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്നൊക്കെ ഒരു വീട്ടിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 3 കുട്ടികള് അത്രയൊക്കെയല്ലേ മാക്സിമം. പക്ഷെ പണ്ട് അങ്ങനെയല്ലല്ലോ. ഒരു വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മക്കൾ ഉണ്ടാവും, ഒരു അംഗസംഖ്യ കൂടുതലാണ്. അപ്പൊ ആ ഒരു പോപ്പുലേഷൻ കൺട്രോളിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിരുന്നു എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എന്ത് പർപ്പസിനാ? സ്റ്റെറിലൈസേഷൻ പർപ്പസിന് കേട്ടോ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയോ, ട്യൂബക്ടമി, വാസക്ടമി അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ പുരുഷന്മാരിലാണെങ്കിൽ എന്താണ് വാസക്ടമി, സ്ത്രീകളിലാണെങ്കിൽ ട്യൂബക്ടമി, അങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ ചികിത്സകൾക്കായിട്ട് ബെനിഫിറ്റുകൾ കൊടുത്തിരുന്നു. അതാണ് അവർ എടുത്തു പറയുന്നത്. അപ് ടു 7 days ഫോർ മെയിൽ ബെനിഫിഷ്യറീസ്. ഇപ്പൊ പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസം വരെയും, അതായത് സിക്നസിന്റെ കൂടെ ഒരു 7 ദിവസം വരെയും, സ്ത്രീകൾക്കാണെങ്കിൽ 14 days ഫോർ ദ ഫീമെയിൽ ബെനിഫിഷ്യറീസ്. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 14 ദിവസം വരെയും ഈ ഒരു സ്റ്റെറിലൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുമായിരുന്നു? ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നു. അപ്പൊ പണ്ടൊരു പോപ്പുലേഷൻ കൺട്രോൾ ഒക്കെ ചെയ്യേണ്ട ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്, അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ കൊടുത്തിരുന്നത് കേട്ടോ. ഓക്കെ, അതെന്ന് അറിഞ്ഞിരുന്നാൽ മതി. 7 days അപ് ടു ഫോർ ദ മെയിൽ ബെനിഫിഷ്യറീസ് ആൻഡ് 40 days വരെ ഫീമെയിൽ ബെനിഫിഷ്യറീസിന് ഈ ഒരു സ്റ്റെറിലൈസേഷൻ പർപ്പസിന് ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. പ്രസവാനുകൂല്യങ്ങളാണ് അല്ലെ. അതെങ്ങനെയാണ് നോക്കിയേ. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ്. ഫുൾ വേജസ് ആണ് പറയുന്നത്. 70-80% ഒന്നും അല്ല, 100% വേജസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത്. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് ഫോർ എ പീരീഡ് ഓഫ് 180 days in case of pregnancy and 6 weeks in the event of miscarriage or MTP. MTP എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. MTP ആക്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെ, മാലിഗ്നൻസി എന്ന് പറഞ്ഞ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് കേട്ടോ മാലിഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, മെറ്റേണിറ്റി ബെനിഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പൊ പ്രഗ്നൻസിക്ക് ആണെങ്കിൽ 180 days വരെ. 180 days എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയും ഉണ്ടാവും? 6 മാസമൊക്കെ ആണ് ഉള്ളത് അല്ലെ. അതെ, അപ്പൊ 6 മാസം വരെ അവർക്ക് ഫുൾ വേജസ് ആണ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പ്രഗ്നൻസിക്ക്. അതുപോലെ 6 weeks in the event of miscarriage or MTP. ഇപ്പൊ മിസ്കാരേജ് എന്ന് വെച്ചാൽ ഇപ്പൊ അബോർഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 6 ആഴ്ച ഉണ്ടാവും. 6 weeks വരെ എന്ത് കൊടുക്കുന്നുണ്ട്? ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ബെനിഫിറ്റ് എങ്ങനെയാ കൊടുക്കുന്നത്? 100% കൊടുക്കുന്നത്. ഫുൾ വേജസ് ആണ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. 180 days in case of pregnancy and 6 weeks in the event of miscarriage or MTP. ഓക്കെ, then next കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി അടുത്തതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് കേട്ടോ. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ വൈകല്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വൈകല്യത്തിന്റെ കാലയളവിൽ നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ. ടെമ്പററി ആണ് കേട്ടോ, പെർമനന്റ് അല്ല. ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ ഈസ് ഗിവൺ 90% ഓഫ് ദ വേജസ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരു ടെമ്പററി ആയിട്ട് അവര് ഡിസേബിൾഡ് ആയെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസേബിൾമെന്റ് പീരീഡില്, ആ ഒരു വൈകല്യത്തിന്റെ കാലഘട്ടത്തില് അവർക്ക് 90% ആണ് എന്ത് കൊടുക്കുന്നത്? ക്യാഷ് ആയിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു? ബെനിഫിറ്റുകൾ കൊടുക്കുന്നു. അതാണ് എന്ത്? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ഇതൊക്കെ ഈ സൈഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകളാണ് കേട്ടോ. ഡിസേബിൾമെന്റ് ടെമ്പററി ആയിട്ട് ഡിസേബിൾഡ് ആയി കഴിഞ്ഞാൽ ആ ഡിസേബിൾമെന്റിന്റെ കാലയളവില് 90% വേജസ് അവർക്ക് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ലാസ്റ്റ് വരുന്നത് എന്താണ്? ഫ്യൂണറൽ ബെനിഫിറ്റ് കേട്ടോ. ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരണാനന്തര ചടങ്ങുകൾക്കുള്ള ബെനിഫിറ്റുകളാണ്. ഓക്കെ, ദ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ
ഈസ് ഗിവൺ എൻ എമൗണ്ട് ഓഫ് 15,000. 15,000 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്, അതായത് മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് 15,000 രൂപ, അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ് കേട്ടോ. 15,000 കേട്ടോ, 15,000 രൂപ എന്ത് കൊടുക്കുന്നുണ്ട്, ESI ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതും എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ. ഇപ്പൊ ഒരു വീട്ടിലൊരാള് അദ്ദേഹം ESI ആനുകൂല്യമുള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ, അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനായിട്ട് പിന്നെ ആളുടെ ഫാമിലിയില് ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി, ചിലപ്പോൾ ആളുടെ ഭാര്യയായിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ ആളുടെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അടുത്തത് ആരാണോ എന്നുള്ളത് നോക്കുക. അപ്പൊ അയാൾ മരിച്ചു കഴിഞ്ഞാല് അയാളുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനായിട്ടുള്ള ചിലപ്പോൾ അയാളുടെ ഭാര്യയ്ക്കായിരിക്കാം ഒരു 15,000 രൂപ ESI ആനുകൂല്യമായിട്ട് കൊടുക്കും അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ എൻ എമൗണ്ട് ഓഫ്, എത്ര എമൗണ്ട് കൊടുക്കുക, 15,000 കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളാണ്. പിന്നെ അടുത്തതാണ് എന്ത്, മെഡിക്കൽ ബെനിഫിറ്റ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഇറ്റ് ഇസ് എ മെഡിക്കൽ പ്രൊഫഷണൽ സ്കീമാണ്. സോ അത് മെഡിക്കൽ ബെനിഫിറ്റ് നമുക്ക് തരുന്നുണ്ട്. മെമ്പർ ഓഫ് ദ വർക്കർ ഗെറ്റ്സ് ദ മെഡിക്കൽ കവർ ദാറ്റ് ഇൻക്ലൂഡ് ദ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്, ആംബുലൻസ് സർവീസസ് ആൻഡ് ഇൻഡോർ സർവീസസ്. അപ്പൊ മെഡിക്കൽ ബെനിഫിറ്റുകൾ എന്താണ്, മെഡിക്കൽ കവറേജ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ്, അല്ലെ, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്. അതായത് ഇപ്പൊ സ്പെഷ്യൽ നമുക്ക് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ആംബുലൻസ് സേവനങ്ങൾക്ക്, ഇൻഡോർ സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ്, അല്ലെ, അഡ്മിറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ അതിനുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജുകൾ എന്തിലൂടെ ലഭിക്കുന്നുണ്ട്, ESIയിലൂടെ ലഭിക്കുന്നുണ്ട്. കിട്ടിയോ നിങ്ങൾക്ക്? ESIയുടെ ബെനിഫിറ്റുകളൊക്കെ മനസ്സിലായോ? സിക്നസ് ബെനിഫിറ്റുകൾ ഉണ്ട്, എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ഉണ്ട്, മെഡിക്കൽ ബെനിഫിറ്റ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. ESI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് എളുപ്പമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആകെ നമ്മൾ എന്തറിയാൻ മതി, എംപ്ലോയി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ആ പെർസെന്റേജ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ESI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Let's say the calculated wages as per the ESI Act 1948 is the 20,000. 20,000 രൂപയ്ക്കുള്ള ESIയുടെ കാൽക്കുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Then the contributions will be calculated using the ESI calculation formula as below. ഇങ്ങനെയാണ് നോക്കിയേ, പർട്ടിക്കുലേഴ്സ് കാൽക്കുലേഷൻ എന്നുണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, ആദ്യം നമ്മൾ നോക്കുന്നത് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് നമ്മൾ പഠിച്ചേ, 3.25, അല്ലെ, 20,000 into 3.25 divided by 100 കേട്ടോ. ചെയ്താൽ കിട്ടും നമുക്ക് 650. ഓക്കെ, ദെൻ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാ, 0.75, അല്ലെ, 20,000 0.75, 20,000 into 0.75 by 100, അല്ലെ, എത്ര കിട്ടും, 150. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 800, അല്ലെ, 800. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏത് എമൗണ്ട് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ESI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോംവർക്ക് തരട്ടെ. 15,000 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യോ അടുത്ത ദിവസം. 15,000 രൂപയ്ക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. 15,000 രൂപയ്ക്ക് നിങ്ങൾ ESI ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, ദെൻ ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ നോക്കുക കേട്ടോ. ഇനി എക്സാമിന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് തന്നിട്ട് നിങ്ങളോട് ESI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരികയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം നിങ്ങൾ. ചിലപ്പോൾ ചോദ്യത്തിൽ ഉണ്ടാവുക എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ 3.25 മാത്രം ചെയ്ത് അതിന്റെ ഉത്തരം ഉണ്ടാവും. എംപ്ലോയർ ആണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി എംപ്ലോയിയുടെ ആണോ എന്ന് നോക്കാം. എംപ്ലോയിയുടെ ആണെങ്കിൽ 0.75 ഇട്ട് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെയൊന്നും ചോദിക്കില്ല. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എംപ്ലോയറിനെ കണ്ടുപിടിക്കണം. എംപ്ലോയിയുടെ കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ വന്നോളൊന്നുമില്ല, വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, എളുപ്പമാണ് അത് ചെയ്യാൻ കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഹോംവർക്ക് ചെയ്യൂലേ നിങ്ങൾ? 15,000 രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് സ്കൂളിൽ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഹോംവർക്ക് കൊടുക്കൂലേ, അതേപോലെ ഒരു ഹോംവർക്ക് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അടുത്ത ദിവസം ചോദിക്കൂട്ടെ ഞാൻ, അപ്പൊ ആൻസർ പറഞ്ഞേക്കാം. അപ്പൊ ESI കഴിഞ്ഞു കേട്ടോ.
ESI ഒക്കെയാണ്. ESI നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സ്കീം പഠിക്കാം. എന്താണത്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം കേട്ടോ. അതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ CGHSനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ സ്കീമും പഠിക്കുമ്പോഴും നിങ്ങൾ പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കമ്പാരിസൺ വെച്ച് പഠിക്കാം. അപ്പൊ നമുക്ക് ഈ പറയുന്ന 3 സ്കീമുകൾ ഒരുമിച്ച് നമുക്ക് പഠിക്കാനും മറന്നു പോകില്ല നമ്മൾ കേട്ടോ. ഒന്നിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ആ രീതിയിൽ നോക്കുക. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം കേട്ടോ, CGHS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം കേട്ടോ. CGHS എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. നോക്കാം. Central government health scheme, one of the oldest health insurance schemes introduced by the government of India, is currently in effect. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്, ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് എന്തെന്ന് പറയുന്നത് CGHS കേട്ടോ. ഓക്കെ, the scheme which was introduced in the year 1954. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്കീം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? CGHS ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954 1954 CGHS എന്ന് പറയുന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അത് സ്കീം വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് in the year 1954. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉടനെ ഈ സൈഡ് ആലോചിക്കാം. ESI ഏതായിരുന്നു? 1948. CGHS ഏതാ വർഷം? 1954 കേട്ടോ. ഓക്കെ, it provides the health insurance coverage to the central government employees and pensioners. അണ്ടർലൈൻ ചെയ്യാം അല്ലെ? എന്താണ് ഇത്? CGHS എന്ന് പറഞ്ഞാൽ ആരുദ്ദേശിച്ചാണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാര് അതിലെ പെൻഷനേഴ്സിന് അവർക്കായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് CGHS എന്ന് പറയുന്നത്. ESI എന്തായിരുന്നു? ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടായിരുന്നു അല്ലെ? ഇവരെന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ്. ഇനി the large volume of beneficiaries connected with this scheme makes it a distinctive one. This scheme accompanies the range of benefits to provide extensive coverage to the government employees or pensioners and their families. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഈ ഒരു സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഒരുപാടാണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കാം, CGHSന്റെ ഫുൾ ഫോം ആദ്യം പഠിക്കാം. ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954 കേട്ടോ. ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാല്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും പെൻഷനേഴ്സും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ബെനിഫിഷ്യറീസ്, അതിന്റെ പ്രയോക്താക്കളൊക്കെ ആരാണ് നോക്കാം കേട്ടോ. അറിയാലോ, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് പെൻഷനേഴ്സ് ആണ്. അപ്പൊ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് കേട്ടോ, എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാര്, അതുപോലെ തന്നെ പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് പെൻഷൻ ആയിട്ടുള്ള ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കിയേ, ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് മെമ്പേഴ്സുകളിൽ മെമ്പർ ഓഫ് പാർലമെന്റ് MP അല്ലെ, പാർലമെന്റ് അംഗങ്ങൾക്ക് CGHS ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നസെന്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം MP ആയിരുന്നല്ലോ. അപ്പോ ക്യാൻസർ ഒക്കെ വന്ന സമയത്ത് ഫുൾ ചെലവുകൾ നോക്കുന്നത് ഗവൺമെന്റ് ആണ്. കാരണം MP-മാർക്കൊക്കെ എന്ത് കിട്ടും? ഈ ഒരു സ്കീം വഴി അവർക്ക് ഫുൾ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഫുൾ ഗവൺമെന്റ് ചെലവിലാണ് അവരുടെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, അതുപോലെ ഹോണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക്, പിന്നെന്താണ് അവർക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. അതുപോലെ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണോമസ് ബോഡീസ് കവേർഡ് അണ്ടർ ദ CGHS. അതായത് CGHSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനങ്ങൾ, ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇല്ലേ, നമ്മുടെ JNU പോലെയുള്ള യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒക്കെ JNU യൂണിവേഴ്സിറ്റികള്, അങ്ങനെയുള്ളതൊക്കെ എന്ന് വെച്ചാൽ ഓട്ടോണോമസ് ബോഡിയാണ്. അതായത് CGHSന്റെ അണ്ടറിൽ വരുന്ന സ്വയം ഭരണാധികാരമുള്ള യൂണിവേഴ്സിറ്റികളൊക്കെയാണ്. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലെ എംപ്ലോയീസ്, അവിടുത്തെ പെൻഷനേഴ്സിനൊക്കെ CGHSന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫോർമർ ജഡ്ജസ് ഓഫ് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട്സ് കേട്ടോ. നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ മുൻ ജഡ്ജിമാർക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രീഡം ഫൈറ്റേഴ്സിന് ലഭിക്കുന്നുണ്ട് കേട്ടോ, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്. പിന്നെന്താണ്? എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്,
അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. ജേർണലിസ്റ്റ് എന്നുള്ളത് അടുത്ത പോയിന്റ് ആണ്. അപ്പൊ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, അതായത് നമ്മുടെ റെയിൽവേ ബോർഡ്, ദാറ്റ് മീൻസ് ദ ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്. പിന്നെ ജേർണലിസ്റ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷൻ, പ്രസ് അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകള്. പിന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, നമ്മുടെ ഡിഫൻസില് പ്രവർത്തിക്കുന്ന സിവിലിയൻ എംപ്ലോയീസ്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ആർമഡ് ഫോഴ്സസ് അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്, പട്ടാളക്കാരെ അല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ആളുകളില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടർമാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ്. പിന്നെ അവിടെ തന്നെ ക്ലർക്കുകള്, ഡിഫൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആർമഡ് ഫോഴ്സസ് അല്ല കേട്ടോ, പട്ടാളക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, അവരെയാണ് നമ്മൾ സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ഡോക്ടർമാര്, ഡ്രൈവർമാര്, കുക്കുകള് അല്ലെ, അതുപോലെ ക്ലർക്കുകളൊക്കെ ഉണ്ടാവും അല്ലെ, ഡിഫൻസിലൊക്കെ ക്ലറിക്കൽ ടാസ്കുകളും മറ്റൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം പട്ടാളക്കാരെ എന്ന് അവിടെ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, ഇവർക്കൊക്കെ ഇന്ത്യന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്, CGHSന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ബേസിക്കലി എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ജീവനക്കാരാണ്, എംപ്ലോയീസ് അല്ലെങ്കിൽ പെൻഷനേഴ്സ് ആണ് അല്ലെ, അവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ലേ? ഓക്കെ, അപ്പൊ ഇത് പഠിക്കുമ്പോ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ESI പറഞ്ഞു 1948 അല്ലെ, CGHS 1954. ESI ആരെ ഫോക്കസ് ചെയ്യുന്നത്? ഫാക്ടറി തൊഴിലാളികൾ. CGHS ആരെ ഫോക്കസ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ, അതുപോലെ പെൻഷനേഴ്സ്. പിന്നെ വേറൊരു വ്യത്യാസം കൂടെ പറയാം, ESI എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ CGHS അങ്ങനെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യം ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് തരുന്നതാ, നമ്മളായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെ, ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ് അല്ലെ. ഭയങ്കര സുഖമാണ് അല്ലെ, സെൻട്രൽ ഗവൺമെന്റ്. അതെ, ബെനിഫിഷ്യറീസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചൊക്കെ, സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ സുഖല്ലേ, ഇതൊക്കെ നമുക്ക് ലഭിക്കൂലേ? ഓക്കെ, ഇനി നോക്കാം. അണ്ടർ ദിസ് സ്കീം ദ എലിജിബിൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ESIയുടെ ബെനിഫിറ്റുകൾ പഠിച്ചില്ലേ, അതുപോലെ നമുക്ക് CGHSന്റെ ബെനിഫിറ്റുകളും പഠിക്കാം കേട്ടോ. എന്തൊക്കെയാണ് നോക്കി, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ലഭിക്കുക? ഫസ്റ്റ് വൺ, കവർ ഫോർ PPF. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. PPF എന്ന് പറഞ്ഞ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PPFന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സംഭവം, ഇതൊരു സ്കീം, എന്താ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഒന്നല്ല കേട്ടോ. PF എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. കവർ ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ്, അതായത് ഈ പറയുന്ന ട്രീറ്റ്മെന്റിനും പിന്നെ മറ്റു മെഡിസിൻസുകളും മറ്റൊക്കെ വാങ്ങുന്നതിനുള്ള കവറേജുകൾ CGHSൽ കിട്ടുന്നുണ്ട്. ആർക്ക് കിട്ടുള്ളൂ? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും മാത്രമാണ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ കവർ ഫോർ ദ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള കവറേജുകളും എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? CGHSലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അതുപോലെ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മൾ ഈ CGHS ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് ഹോസ്പിറ്റൽ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മെഡിസെപ്പ് കൊടുക്കുന്നില്ലേ, നമ്മുടെ കേരള ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷനേഴ്സിനും മെഡിസെപ്പ് കൊടുക്കുന്നുണ്ട്. ഈ മെഡിസെപ്പ് കാർഡ് വെച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യാം? മെഡിസെപ്പിന്റെ ആനുകൂല്യം കിട്ടും. അങ്ങനെ അതുപോലെ തന്നെയാണ്, അതിനെയാണ് നമ്മൾ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ CGHSന്റെ അണ്ടറിൽ വരുന്ന, CGHSന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകൾ ഉണ്ടാവും, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെയാണ് എംപാനൽഡ് ഹോസ്പിറ്റൽ. അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളില്ലേ, അതിനെയാണ് എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിക്കോട്ടെ എംപാനൽഡ് ഹോസ്പിറ്റൽ, അതിലൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും കേട്ടോ. അവിടെയൊക്കെ എന്താണ്, അഡ്മിറ്റ് ആയിട്ട് ഉള്ള ട്രീറ്റ്മെന്റിനൊക്കെയുള്ള കവറേജുകൾ CGHSലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്. അതുപോലെ തന്നെ കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സിന് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് വരെ എന്ത് കിട്ടുന്നുണ്ട്? CGHSന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ്, പ്രസവാനുകൂല്യങ്ങൾ, പ്രസവ ചെലവുകളിലുള്ള കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആയുഷ് അറിയാലോ, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിനുള്ള ട്രീറ്റ്മെന്റുകൾക്കുള്ള കവറേജ് കിട്ടും. അലോപ്പതിക്ക് മാത്രമല്ലാണ്. ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അതിന്റെ എക്സ്പെൻസുകൾ ഇതിലൂടെ കിട്ടും നമുക്ക്. ഇനി ആയുർവേദം അല്ല, ഇപ്പൊ ഹോമിയോപ്പതി ആണെങ്കിൽ സിദ്ധയോ യുനാനിയോ അങ്ങനെയുള്ള ഏത് സിസ്റ്റം ഓഫ് മെഡിസിനിലുള്ള ട്രീറ്റ്മെന്റിനുള്ള കവറേജുകളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, CGHSലൂടെ ലഭിക്കുന്നുണ്ട്. ആർക്ക് ലഭിക്കുള്ളൂ? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, മറ്റു അവരുടെ പെൻഷനേഴ്സിന് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഈ പറയുന്ന CGHS ആണ്. ഓക്കെ, ക്ലിയർ ആയോ? CGHS നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു CGHS കാർഡ് പഠിക്കാനുണ്ട്, അതൊക്കെ എളുപ്പമാണ് കേട്ടോ. CGHS കാർഡ് പഠിക്കാനുണ്ട്. പിന്നെ RSBY പുതിയൊരു സ്കീമും കൂടെ പഠിക്കാം, ഒരെണ്ണം കൂടെ പഠിക്കാനുണ്ട്, RSBY രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. ഓക്കെ, അപ്പൊ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ഒന്ന് പറയാമോ? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ESIയിൽ ലഭിക്കുന്നതാണ് കേട്ടോ. ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈകല്യങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, കയ്യോ കാലോ ഒടിഞ്ഞു, കുറച്ച് നാള് ടെമ്പററി ഡിസേബിൾഡ് പേഴ്സണെ കിട്ടുള്ളൂ കേട്ടോ. താൽക്കാലികമായിട്ട് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സംഭവിച്ചവർക്ക് എന്താണ് അവരുടെ ഡിസേബിൾമെന്റ് കാലയളവിൽ, അവർക്ക് ആ വൈകല്യം സംഭവിച്ച ആ ഒരു കാലയളവുണ്ടല്ലോ, അതിലവർക്ക് 90%, അതായത് അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 90% അവർക്ക് എന്ത് കിട്ടും? ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് കയ്യോ കാലോ ഒടിഞ്ഞു എന്ന് വിചാരിക്കും, ചിലപ്പോൾ ഒരു 2 മാസം 3 മാസമൊക്കെ ചിലപ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അതൊരു ടെമ്പററി ഡിസേബിൾമെന്റ് ആണ്. 3 മാസം കഴിഞ്ഞാൽ ഓക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് കയറാം അല്ലെ. പക്ഷെ ആ ടെമ്പററി ഡിസേബിൾമെന്റ് മൂലം അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം, ആ ഒരു കാലയളവില് അവർക്ക് 90% അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 90% അവർക്ക് ആ സമയത്ത് ആനുകൂല്യമായിട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.